അസംതൃപ്തനായ കെ വി തോമസിനെ പാളയത്തിലെത്തിക്കാൻ ബി ജെ പിയുടെ നീക്കം. കെ വി തോമസുമായി ഇന്നലെ രാത്രി ബി ജെ പി നേതാക്കൾ ഫോണിൽ സംസാരിച്ചു എന്ന് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നു. എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പിയുടെ നീക്കം നടക്കുന്നു. കെ വി തോമസിന്റെ തീരുമാനം അറിഞ്ഞ ശേഷം മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക എന്നും വിവരങ്ങൾ. തോമസിനെ അനുനയിപ്പിക്കാൻ അതിശക്തമായ നീക്കവുമായി കോൺഗ്രസ് നേതൃത്വം. രമേശ് ചെന്നിത്തല കെ വി തോമസുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുകയാണ്. ശരത്ത്, കെ വി തോമസ് ബി ജെ പിയിലേക്ക് എന്നതിന്റെ സൂചനകൾ തന്നെയാണോ ലഭ്യമാകുന്നത്? കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്താണ് കാര്യങ്ങൾ? ജോർജറ്റ്, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ എറണാകുളത്തിലെ സിറ്റിംഗ് എം പിയായ കെ വി തോമസിന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ബി ജെ പി മറ്റൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. അതിൽ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ തിരക്കിട്ട ചർച്ചകളിലാണ്. ഈ ഒരു സമയത്താണ് കെ വി തോമസിന് സീറ്റ് നിഷേധിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ കെ വി തോമസിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നീക്കം നടത്തിയിരിക്കുകയാണ്. ബി ജെ പി നേതാക്കന്മാർ ഇന്നലെ രാത്രി സീറ്റ് നിഷേധിക്കപ്പെട്ട കെ വി തോമസിനെ ഫോണിൽ ബന്ധപ്പെടുകയും എറണാകുളത്ത് മത്സരിക്കാനുള്ള താല്പര്യം ആരായുകയും ചെയ്യുകയായിരുന്നു. അതിനു മുൻപ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരുന്നില്ല. ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പി നേതാക്കന്മാർ, കേന്ദ്ര നേതാക്കന്മാർ തന്നെ ഇപ്പോൾ കെ വി തോമസിനോട് എറണാകുളത്ത് മത്സരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കൃത്യമായി കെ വി ശരത് ദയവായി തുടരുക. ഇപ്പോൾ രമേശ് ചെന്നിത്തല കെ വി തോമസിനെ കൂടി കാണാൻ വേണ്ടി ദില്ലിയിൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്ന അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത്. ബി ജെ പി കെ വി തോമസിനെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ള വിവരങ്ങൾ വരുന്ന പശ്ചാത്തലത്തിലാണ് തിരക്കിട്ട കോൺഗ്രസിന്റെ നീക്കങ്ങൾ കൂടി നടക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരം വാർത്തകൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല രാവിലെ തന്നെ കെ വി തോമസുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സോണിയാഗാന്ധി അടക്കം തന്റെ പ്രതിഷേധം അറിയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കെ വി തോമസ് പറഞ്ഞിരുന്നു. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അതിനുശേഷമായിരുന്നു സീറ്റ് തർക്കത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത്. രമേശ് ചെന്നിത്തല അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കെ വി തോമസിനെ ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ്. ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. സീറ്റ് വാഗ്ദാനങ്ങൾ അടക്കം ലഭ്യമായി എന്നുള്ള വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് വരുന്നു. സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, കെ വി തോമസ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്. സീറ്റ് നിഷേധിച്ചതിൽ ഒരുപക്ഷെ നീതിപൂർവമല്ല തന്നെ പരിഗണിച്ചത്, ഒഴിവാക്കിയത് എന്ന് കെ വി തോമസ് പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ കൂടിക്കാഴ്ച. എന്താണ് ദില്ലിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇപ്പോൾ രമേശ് ചെന്നിത്തല കെ വി തോമസിന്റെ വസതിയിലെത്തി. ഇപ്പോൾ ഇരുവരും തമ്മിൽ കാണുകയാണ്. കെ വി തോമസിന്റെ മുറിക്കുള്ളിലാണ് ഇപ്പോൾ ഇരുവരും ഉള്ളത്. പെട്ടെന്ന് കെ വി തോമസിന്റെ വസതിയിലെത്തിയത് കാരണം അതിനുശേഷം സന്തോഷ്, ടെലിഫോണിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് കെ വി തോമസ് തന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പ്രചരണം ആരംഭിച്ച ഘട്ടത്തിലാണ് തനിക്ക് ഒരു സൂചന പോലും നൽകാതെ തന്നെ ഒഴിവാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തനിക്ക് ജീവിതത്തിൽ ഏറ്റ വലിയ ഷോക്കാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനമെന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. തന്നെ എഴുതിത്തള്ളാനാകില്ല, തനിക്ക് വേണ്ടുന്നത് ചെയ്യാൻ അറിയാമെന്ന് കെ വി തോമസ് കൃത്യമായ സൂചനകളും നൽകിയിരുന്നു. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹൈബി ഈഡനെ പ്രചരണ രംഗത്ത് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് പോലും അദ്ദേഹം ഉത്തരം നൽകാതെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന രീതിയിൽ പറഞ്ഞൊഴിയുന്ന ഒരു സമീപനമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി നേതാക്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. ഇതിനിടെ അനുനയ ശ്രമങ്ങൾ ദില്ലിയിൽ തുടരുകയാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ചയ്ക്കായി
വ്യക്തി മീറ്റിംഗ് കൂടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹം സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ഉമ്മൻചാണ്ടി ഇന്ന് രാവിലെ പ്രതികരിച്ചത്. UDF കൺവീനർ സ്ഥാനം ഉൾപ്പെടെ വലിയ സ്ഥാനമാനങ്ങൾ നൽകി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ സന്തോഷ് ഒരിക്കൽ കൂടി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, അനുനയ ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. BJP നേതാക്കൾ സീറ്റ് വാഗ്ദാനവുമായി മറുപക്ഷത്തും നിൽക്കുന്ന സാഹചര്യം. KV തോമസിന്റെ മനസ്സ് ഏത് ദിശയിലേക്കാകും പോവുക? എന്തായിരിക്കും ഇന്നുണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ദില്ലിയിൽ? ജോജേട്ട, നമുക്കിപ്പോൾ കാണാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് KV തോമസിന്റെ വസതിക്ക് മുമ്പിലാണ്. ഇവിടെ ഇപ്പോൾ അല്പസമയം രമേശ് ചെന്നിത്തല ഉള്ളിൽ കയറി കഴിഞ്ഞു. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉള്ളിലെ മുറിയിൽ, KV തോമസിന്റെ വീടിന് ഉള്ളിലെ മുറിയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉള്ളത്. അല്പസമയം മാധ്യമങ്ങൾക്ക് ചില ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ആ മുറി അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇരുവരും മാത്രം, അതായത് KV തോമസും രമേശ് ചെന്നിത്തലയും മാത്രമാണ് ആ ഉള്ളിലുള്ളത്. ആ മുറി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നിർണായക രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് ആ മുറിയിൽ നടക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് സാഹചര്യത്തിൽ KV തോമസിനെ പിണക്കരുത് എന്ന നിലപാട് പ്രത്യേകിച്ച് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. പിണക്കിയാൽ അത് കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കും, എറണാകുളത്ത് പരാജയത്തിനിടയാക്കും. എന്ന് മാത്രമല്ല, മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് KV തോമസ്. അപ്പോൾ അദ്ദേഹത്തിനെ പിണക്കിയാൽ പിന്നീട് ലത്തീൻ സമുദായ അംഗങ്ങളുടെയൊക്കെ എതിർപ്പ് നേരിടേണ്ടി വരും എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനറിയാം. ഇന്നലെ മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്ന KV തോമസ് ആകട്ടെ ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചന നൽകിയില്ല. തന്നെപ്പോലുള്ളൊരു മുതിർന്ന നേതാവിനോട് ഒരു സൂചന പോലും നൽകാതെ പുറത്താക്കി എന്ന തരത്തിൽ ധ്വനിപ്പിക്കുന്ന വാക്കുകളാണ് KV തോമസിനുണ്ടായത്. എന്ന് മാത്രമല്ല, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തോട് BJPയിലേക്ക് പോകുമോ പലതവണ ചോദിച്ചപ്പോഴും അത് അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. താൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാനോ ചിന്തിക്കാനോ ഉള്ള സാഹചര്യത്തിലല്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് BJP കേന്ദ്ര നേതൃത്വങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചത്. KV തോമസുമായി അവർ ബന്ധപ്പെട്ടിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷെ അനുകൂലമായി ഒന്നും KV തോമസ് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴും BJP കേന്ദ്ര നേതൃത്വം പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ടോം വടക്കനെ ഉപയോഗിച്ചുകൊണ്ട് KV തോമസിനെ BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആ സാഹചര്യത്തിലാണ് അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ KV തോമസിന്റെ വസതിയിലെത്തിയത്. കൂടിക്കാഴ്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല സ്വാഭാവികമായും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഈ വസതിയിൽ വെച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ KV തോമസ് പറഞ്ഞൊരു കാര്യം, UDF കൺവീനർ അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടില്ല. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ്. ഇനി UDF കൺവീനർ സ്ഥാനം തന്നാൽ പോലും അത് സ്വീകരിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് KV തോമസ് പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു സ്ഥാനം നൽകി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KV തോമസ് അതിന് കീഴടങ്ങാനുള്ള സാധ്യത കുറവ്. UDF കൺവീനർ സ്ഥാനം അദ്ദേഹത്തെ മോഹിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിനെ പുറത്താക്കി നീതികേട് നടത്തി, ചതി നടത്തി എന്ന ചിന്തയാണ് KV തോമസിനുള്ളത്. സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ അനുനയിപ്പിക്കുമ്പോൾ ഡൽഹിയിൽ തന്നെ തുടരാനുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് നൽകേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ KV തോമസ് ഇല്ല മുന്നോട്ട് പോകാനാകില്ല. അംബികാസ്വാമിയും മുഗൾ വാസിനി അടക്കമുള്ളവർ ഇന്ന് രാവിലെ KV തോമസുമായി ഫോണിൽ സംസാരിച്ചു. അവർ അദ്ദേഹത്തോട് വസതിയിൽ തന്നെ ഇരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ചിലപ്പോൾ ഏതെങ്കിലും കേന്ദ്ര നേതാക്കൾ വസതിയിലെത്തി KV തോമസിനെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വസതിയിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. ജോർജറ്റ്, ഈ അനുനയ ശ്രമങ്ങൾ എത്രത്തോളം ഫലം കാണും? സീറ്റ് നിർണയം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിലും തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഘട്ടത്തിൽ സീറ്റ് മറ്റ് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യാനൊക്കെ കോൺഗ്രസിന് എത്രത്തോളം കഴിയും? ഹൈക്കമാൻഡിന്റെ കൂടി അനുമതി ഇല്ലാതെ അത്തരം ചർച്ചകൾക്ക് ഇപ്പൊ സാഹചര്യങ്ങൾ കൂടിയില്ല. ഒരുപക്ഷെ UDF കൺവീനർ സ്ഥാനം അദ്ദേഹത്തിനെ മോഹിപ്പിക്കുന്നുമുണ്ടാകുന്നില്ല, സന്തോഷ് സൂചിപ്പിച്ചതുപോലെ. അങ്ങനെയെങ്കിൽ BJP നേതാക്കൾ അതിലും വലിയ വാഗ്ദാനങ്ങൾ, സീറ്റ് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് വാഗ്ദാനങ്ങൾ BJP നൽകുന്നതിന് ഒരു കുറവും കാണില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു നീക്കമാണ് KV തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ തരത്തിലുള്ള വാക്കുകൾ കൂടിയാണ്, ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. തന്നെ അങ്ങനെ എഴുതിത്തള്ളാനാകില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വലിയ പ്രകമ്പനമല്ലേ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നത്?
ജോർജറ്റ്, അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അയക്കുമ്പോൾ പോലും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുക എന്ന് തന്നെയാണ്. ഏറ്റവും മുതിർന്ന നേതാവും 8 സിറ്റിംഗ് എംപിമാരിൽ ഒരാൾ മാത്രമായ കെ വി തോമസിനെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു എംപിക്ക് മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒരു നീതികേട് നടത്തി എന്ന ചോദ്യമാണ് കെ വി തോമസ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം കേന്ദ്ര നേതൃത്വം നൽകണം എന്ന് മാത്രമല്ല, വളരെ ആസൂത്രിതമായി തന്നെ പുറത്താക്കാൻ ശ്രമം നടത്തുന്നു എന്നൊരു ചിന്ത കെ വി തോമസിന് ഉണ്ട്. കാരണം ഇന്നലെ ഈ എറണാകുളത്തെ MLA-മാർ പലരും അദ്ദേഹത്തോടൊപ്പം ഇനി പ്രചാരണത്തിന് ഇറങ്ങാൻ കഴിയില്ല എന്ന തരത്തിലൊരു കത്ത് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഇത് തികച്ചും ആസൂത്രിതമായിട്ടായിരുന്നു. AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നടത്തിയ നീക്കമായിരുന്നു. എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് എത്തുന്നത് വരെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വ സ്ഥാനാർത്ഥിത്വം ഇല്ല എന്ന കാര്യം അറിയിച്ചിട്ടില്ല. അദ്ദേഹത്തിനോട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നതിനപ്പുറത്തേക്ക് മുഗൾ വാസനിക്ക് പോലും സീറ്റില്ല എന്ന കാര്യം അറിയിച്ചില്ല. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ നിരന്തരം ബന്ധപ്പെട്ടിട്ട് പോലും കെ വി തോമസിനോട് അക്കാര്യം പറഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ സീറ്റ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കെ വി തുടർന്നത്. പിന്നെ ലിസ്റ്റ് വന്നപ്പോഴാണ് അദ്ദേഹത്തെ പുറത്താക്കി ഹൈബി ഈഡന് സ്ഥാനം നൽകിയത്. അപ്പോൾ ഇതൊരു ചതിയാണ് എന്ന് അദ്ദേഹം കരുതുന്നു. തന്നെ വലിച്ചെറിയാൻ, പാർട്ടിയിൽ ഇനിയും തനിക്ക് സ്ഥാനമില്ല എന്ന തരത്തിലേക്കുള്ള രീതിയിലേക്ക് AI ഗ്രൂപ്പുകൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് കെ വി തോമസ് മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്, വഷളാണ്. ഈ സംഘടനാ സംവിധാനം എറണാകുളത്തെ ചലിപ്പിക്കുന്നതിൽ പ്രമുഖനാണ് കെ വി തോമസ്. അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്കൊരു സീറ്റ് നൽകി അവിടെ വിജയിപ്പിച്ചെടുക്കാം എന്നത് എളുപ്പമാകില്ല എന്ന് KPCC നേതൃത്വത്തിന് അറിയാം. ഇന്നലെ ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ ഇദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോൾ പറഞ്ഞത് ഒഴിവാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം KPCC നേതൃത്വത്തിനായിരിക്കും എന്നായിരുന്നു. കേന്ദ്ര തലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ കേരളത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുന്നു എന്ന രീതിയിൽ പ്രസംഗത്തെ വളച്ചൊടിച്ച് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മുമ്പിൽ കേരള നേതാക്കൾ എത്തിച്ചു എന്ന പരാതിയും അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായി ഇതിലെല്ലാം ഒരു പരിഹാരം കണ്ടാൽ മാത്രമേ അനുനയ ശ്രമം വിജയിക്കുള്ളൂ. ഇപ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തല അനുനയ ശ്രമം തുടക്കമിട്ടിരിക്കുന്നു. ഇനി കേന്ദ്ര നേതാക്കളും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മാത്രമേ പറയാനാകുള്ളൂ ഇത് എത്രത്തോളം വിജയകരമായി എന്ന്. എന്തായാലും കെ വി തോമസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ചർച്ചകളൊക്കെ കഴിയട്ടെ എന്ന് പറയുന്നു. കേന്ദ്ര നേതാക്കൾ പലരും അദ്ദേഹത്തെ വിളിച്ച് വസതിയിൽ നിന്ന് പോകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികം അവരുടെ ഇനി നേരിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും. പലരും ഇന്നലെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു UDF കൺവീനർ സ്ഥാനത്തിൽ അത്ര കെ വി തോമസ് അനുനയിപ്പിക്കപ്പെടും എന്ന് കരുതേണ്ടതില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും രമേശ് ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വെക്കുക? എന്ത് കാര്യമായിരിക്കും രമേശ് ചെന്നിത്തല ഇപ്പോൾ അദ്ദേഹവുമായി ഒരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായി സംവദിക്കാൻ സാധ്യത? അദ്ദേഹം കെ വി തോമസ് ഹൈക്കമാൻഡിനെ സോണിയാഗാന്ധിയെ കാണും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പെയാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കാണാൻ വസതിയിലെത്തിയിരിക്കുന്നത്. ജോർജറ്റ്, എന്ത് കാരണത്താണെങ്കിൽ എന്ത് മധ്യസ്ഥ നീക്കമായിരിക്കും നടത്തുക, എന്തുപാധിയായിരിക്കും, എന്ത് നിബന്ധനയായിരിക്കും മുന്നോട്ടൊക്കെ രമേശ് ചെന്നിത്തല വയ്ക്കുക എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. ദില്ലിയിൽ കെ വി തോമസ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടക്കുന്നു. തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ സന്തോഷ് നൽകിയത്. കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പാളയത്തിലുള്ളത്. അതേസമയം അദ്ദേഹത്തെ BJP പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അദ്ദേഹത്തെ BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ശരത്ത് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. ശരത്ത്, BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകുകയാണ്. കെ വി തോമസിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമേ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്ന നിലയിലാണ് നിലവിൽ കാര്യങ്ങൾ. എന്തൊക്കെ കൂട്ടിച്ചേർക്കാനാകുന്നു? തീർച്ചയായും ജോർജറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിർണായകമായ നീക്കമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന്റെ ഭാഗമായി തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കെ വി തോമസിനെ BJP നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് മത്സരിക്കാനുള്ള താല്പര്യം ചോദിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും സ്ഥാനാർത്ഥി ചർച്ചകളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും വലിയ പ്രതിസന്ധിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എറണാകുളത്ത്
ബി ജെ പി സ്ഥാനാർത്ഥിയായി KV തോമസിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയിട്ടുണ്ട്. ഏതായാലും BJP ഇക്കാര്യം BJPയുടെ സംസ്ഥാന നേതാക്കൾ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന നേതാക്കന്മാരോടും ചോദിക്കുമ്പോൾ അവരും ഈ സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെയും സംഭവിക്കാം. ഒരുപക്ഷെ KV തോമസ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് സംസ്ഥാന നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലെ ഒരു സാഹചര്യത്തിൽ എറണാകുളം സീറ്റിലാണ് KV തോമസ് അങ്ങനെ മത്സരിക്കാൻ സന്നദ്ധതയുണ്ടെങ്കിൽ മത്സരിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ എറണാകുളം സീറ്റ് നൽകിയിരിക്കുന്നത് BDJS-നാണ്. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി അല്പസമയത്തിനകം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിലും ഈ ഒരു വിഷയം പ്രധാനമായും ഉന്നയിക്കേണ്ടി വരും. കാരണം നിലവിലെ സാഹചര്യത്തിൽ എറണാകുളത്ത് ഏതെങ്കിലും വിധേനെ KV തോമസിനെ മത്സരിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എറണാകുളത്തിന് പകരമായി BDJS-ന് മറ്റൊരു സീറ്റ് നൽകേണ്ടിയും വരും. അതും ഇപ്പോഴുള്ള BJPയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJP-BDJS ഉഭയകക്ഷി ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം തന്നെ മറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റു വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. പത്തനംതിട്ടയുടെ കാര്യത്തിൽ PS ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ K സുരേന്ദ്രനും ഇപ്പോഴും മത്സരിക്കണമെന്നുള്ള അവകാശവാദം കടുപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയില്ല എന്ന് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുകയില്ല എന്ന് വ്യക്തമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇക്കാര്യം ഇന്ന് സംസ്ഥാന BJP നേതാക്കന്മാരോടും കേന്ദ്ര BJP നേതാക്കന്മാരോടും തുഷാർ വെള്ളാപ്പള്ളി അറിയിക്കും. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ സീറ്റിലേക്ക് K സുരേന്ദ്രനെ പരിഗണിക്കേണ്ടിയും വരും. ആ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ടയിലെ ആദ്യ പരിഗണന ലഭിക്കേണ്ടത് PS ശ്രീധരൻപിള്ളയ്ക്കാണ്. എന്നാൽ PS ശ്രീധരൻപിള്ളയ്ക്ക് ഒരു വിജയസാധ്യതയുമില്ല. നിലവിലെ സാഹചര്യത്തിൽ BJP പ്രവർത്തകർ പൂർണ്ണമായും PS ശ്രീധരൻപിള്ളയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ PS ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കരുത് എന്നുമുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. ഈ രീതിയിൽ KV തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ BJP സജീവമാക്കുന്നു. മറുവശത്ത് പ്രധാനപ്പെട്ട പത്തനംതിട്ട സീറ്റിലും തൃശൂർ സീറ്റിലും BJP നിലവിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധി നേരിടുന്നു തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള BJPയുടെ ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ശരത്ത് ദയവായി തുടരുക. ശരത്തിലേക്ക് തന്നെ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. എന്തായാലും ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. സീറ്റ് വിഭജനത്തിൽ അസംതൃപ്തനായ KV തോമസിനെ പാളയത്തിലെത്തിക്കാൻ BJP നീക്കങ്ങൾ നടത്തുന്നു. KV തോമസിന് എറണാകുളം മണ്ഡലം നൽകി തോമസിനെ പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BJP നേതാക്കൾ KV തോമസുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം KV തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസും ശ്രമം ആരംഭിച്ചു. ഇപ്പോൾ KV തോമസിന്റെ വസതിയിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അസംതൃപ്തനായ KV തോമസിനെ പാളയത്തിലെത്തിക്കാൻ BJPയുടെ നീക്കം. KV തോമസുമായി ഇന്നലെ രാത്രി BJP നേതാക്കൾ ഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നു. അതേസമയം KV തോമസിന്റെ വസതിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളാണ് ദില്ലിയിൽ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്നും നിരീക്ഷിക്കാനാവുന്നു. ഇപ്പോൾ മാധ്യമ നിരീക്ഷകൻ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും സീറ്റ് വിഭജനം ആദ്യഘട്ടത്തിൽ ധാരണയായതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. ടോം വടക്കിന് പിന്നാലെ BJPയിലേക്ക് KV തോമസും പോകുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്? KV തോമസിന്റെ കാര്യം, KV തോമസിനെ എന്തിന് പുറത്താക്കിയെന്ന് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് KV തോമസിനോടും ഒരക്ഷരം പോലും പറയാതെയാണ് അദ്ദേഹത്തിന്റെ പേര് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രോഷമാണ് ഇന്നത്തെ വർത്തമാനം തന്നെ. സ്വാഭാവികമായിട്ടും KV തോമസിന് എങ്ങോട്ട് എന്നുള്ള ചോദ്യവും വരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോവില്ല എന്നാണ് ഞാനിതിലെ രാത്രിയിലെ KV തോമസുമായിട്ട് ദീർഘനേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ നിരാശകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം BJPയിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല അതിനുവേണ്ടി ആയിരിക്കണം അദ്ദേഹം സന്ദർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അനുനയിപ്പിച്ച് ചിലപ്പോൾ UDF കൺവീനർ സ്ഥാനം തന്നെ അദ്ദേഹം പിന്നെ കൊടുക്കുമായിരിക്കും. നേരത്തെ KPCC അധ്യക്ഷനായി മുല്ലപ്പള്ളിക്ക് മുമ്പ് KPCC അധ്യക്ഷനാകുന്ന കാര്യത്തിൽ അദ്ദേഹത്തെയും ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നതാണ്. അദ്ദേഹം അത് വളരെ ഉത്സാഹവും കാണിച്ചിരുന്നു. അത് നടന്നില്ല. അങ്ങനൊരു KPCC അധ്യക്ഷ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മത്സരിക്കാൻ തയ്യാറാവുമായിരുന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും UDF കൺവീനർ സ്ഥാനമാണ് ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളത്. അത് എത്ര കണ്ട് സംസ്ഥാന നേതൃത്വം അവരോട് യോജിക്കും എന്നറിയില്ല. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡ് തുടരും. സോണിയാഗാന്ധി മിക്കവാറും ഇന്ന് അദ്ദേഹത്തെ ക്ഷണിച്ച് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിക്കും എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന സൂചന.
കോൺഗ്രസ് കെ വി തോമസ് ബി ജെ പിയിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും, സംശയമൊന്നുമില്ല. ടോം വടക്കിന്റെ പിന്നാലെ കെ വി തോമസും കൂടി കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ അവരുടെ രംഗത്ത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും. പക്ഷെ ബി ജെ പിക്ക് അതുകൊണ്ട് വലിയ നേട്ടം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല താനും. ഈ ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കെ വി തോമസിനെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഒരു വിജയം ലക്ഷ്യം വെച്ചായിരിക്കില്ല അങ്ങനത്തെ നീക്കം ഉണ്ടാകുന്നത്. എങ്കിൽ പോലും ഒരു വിമതൻ എന്ന നിലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ നിലകൊള്ളാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ ആകും കെ വി തോമസ് എന്നതിൽ സംശയമൊന്നുമില്ല. അതിനപ്പുറം നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം കെ വി തോമസ് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ കേരള നേതാക്കളാണ് അദ്ദേഹത്തിന് എതിർ നിന്നത്. ആസൂത്രണം ഇക്കാര്യങ്ങളൊക്കെ തനിക്കെതിരായി ആസൂത്രണം ചെയ്തത് എന്നൊരു നിലപാടിലാണ് കെ വി തോമസ് ഉള്ളത്. അങ്ങനെയെങ്കിൽ UDF കൺവീനർ സ്ഥാനം അടക്കം ഏറ്റെടുക്കുന്നതിൽ അദ്ദേഹം സമ്മതനാകുമോ? ഏത് തരത്തിൽ അനുനയിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ചെന്നിത്തല അടക്കമുള്ള ആളുകൾക്ക്? അതെ, കെ വി തോമസ് ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം 1984 ആണ് ആദ്യം MP ആയത്. അതുതന്നെ വളരെ നാടകീയമായിട്ടായിരുന്നു. അത് സേവിയർ അറക്കലിനെ പരാജയപ്പെടുത്തുകയല്ല, സേവിയർ അറക്കലിനായിരുന്നു സ്ഥാനാർത്ഥിത്വം ചെയ്യുന്നത്. പക്ഷേ അവസാനം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കെ വി തോമസ് ആയിരുന്നു. സേവിയർ അറക്കൽ നോക്കി നിൽക്കെ കെ വി തോമസ് സീറ്റും കൊണ്ട് പോവുകയായിരുന്നു. അതിൽ പിന്നെ അദ്ദേഹം ലോക്സഭാംഗം, നിയമസഭാംഗം, സംസ്ഥാന മന്ത്രി, കേന്ദ്ര മന്ത്രി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ, വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു. കോൺഗ്രസിന് ഒത്തിരി അദ്ദേഹം കോൺട്രിബ്യൂഷൻ നൽകി. കോൺഗ്രസിന്റെ തണലിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസ് വിടുമെന്നോ കോൺഗ്രസിനെതിരെ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നോ സൂചനകളൊന്നും ഇതുവരെ ഇല്ല. രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ജേക്കബ് ജോർജ്. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കെ വി തോമസ് BJPയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കോൺഗ്രസ് പാളയത്ത് നിന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു. കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും അദ്ദേഹം BJPയിലേക്ക് പോയാൽ എന്നുള്ള നിരീക്ഷണമാണ് ജേക്കബ് ജോർജ് അല്പം മുമ്പ് പങ്കുവച്ചത്. പക്ഷേ അതിനുള്ള സാധ്യതകളില്ല. കെ വി തോമസിനെ മറ്റ് UDF കൺവീനർ സ്ഥാനം പോലെ ചില സ്ഥാനങ്ങൾ നൽകി അനുനയിപ്പിക്കാൻ ശ്രമം നടക്കും. കെ വി തോമസ് അതിൽ വഴങ്ങുമെന്നുള്ള ഒരു നിരീക്ഷണമാണ് ജേക്കബ് ജോർജ് ഇപ്പോൾ പങ്കുവച്ചത്. എങ്ങനെ കാണാനാകുന്നു? സീറ്റ് വിഭജനം പൂർത്തിയാകും മുമ്പ് തന്നെ തർക്കങ്ങൾ കോൺഗ്രസിൽ ഏത് നിലയിൽ അത് പ്രതിഫലിക്കും? ഒപ്പം തന്നെ ഈ ഒരു കുതിരക്കച്ചവടത്തിന്റെ ഒരു രാഷ്ട്രീയം കൂടി ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നു. ഭാസുരേന്ദ്ര ബാബു, BJPയിലേക്ക് കെ വി തോമസ് പോകാൻ ഇടയില്ല എന്ന ജേക്കബിന്റെ വാദമുഖത്തിന് അർത്ഥമുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴും കേരളത്തിലെ പാർട്ടി നേതാക്കളുമായി ആശ്രയിച്ചിട്ടല്ലല്ലോ നീങ്ങിയിട്ടുള്ളത്. ആദ്യ ജയത്തിനൊക്കെ ശേഷം അദ്ദേഹം കൃത്യമായും നെഹ്റു കുടുംബവുമായി ബന്ധിപ്പിച്ച്, സോണിയാഗാന്ധിയുമായി ബന്ധിപ്പിച്ചൊക്കെയാണ് പലപ്പോഴും വീണ്ടും സീറ്റ് നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച അന്തിമ വാക്ക് ഇവിടെ നിന്നല്ല, കേന്ദ്ര നേതൃത്വം തന്നെയായിരിക്കും വരാനിരിക്കുക. അതായിരിക്കും അദ്ദേഹം വിലപേശാൻ ശ്രമിക്കുക. കെ വി തോമസിനെ BJP ആകർഷിക്കാൻ ശ്രമിക്കുന്നതാണ് സ്വാഭാവികം. പക്ഷെ ഇപ്പോൾ കേരളത്തിലും കേന്ദ്രത്തിലും നിലനിൽക്കുന്ന പൊതുരാഷ്ട്രീയ അന്തരീക്ഷവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത്തരമൊരു നീക്കം വിജയിക്കുമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് കൊടുക്കാവുന്നതിൽ അധികം എന്ത് വാഗ്ദാനമാണ് BJPക്ക് കെ വി തോമസിന് മേൽ കൊടുക്കാൻ കഴിയുക? BJP ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണല്ലോ ഇത്. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ തോമസ് മാഷെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു അവസ്ഥ മാത്രമായിരിക്കും. അതിനപ്പുറം ഒന്നും അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാനുണ്ടാകില്ല. അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ കളികളിൽ സ്വയം ആത്മരക്ഷ നേടാൻ കഴിയുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം സോണിയാഗാന്ധി പറയുന്നതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല. ഏതെങ്കിലും നിലവാരത്തിൽ ചില പോസ്റ്റുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ ദില്ലിയിൽ നിന്ന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൃത്യമായ ഒരു നിരീക്ഷണം കൂടിയാണ്. ഹൈക്കമാൻഡിനെ കാണുമെന്ന് കെ വി തോമസ് ഇന്നലെ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. സോണിയാഗാന്ധി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. പക്ഷേ എത്രത്തോളം എന്നുള്ളതാണ്. വാഗ്ദാനമാണെങ്കിലും അനുനയ ശ്രമങ്ങൾ ആണെങ്കിലും ഈ സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാകാത്ത ഈ സാഹചര്യത്തിൽ എത്രത്തോളം അത്തരം നീക്കങ്ങൾ ഫലവത്താകും എന്നുള്ളത് തന്നെയാണ്. മറുപക്ഷത്ത് BJP നിൽക്കുന്നു. കെ വി തോമസിന്റെ വാക്ക് കിട്ടിയിട്ട് വേണം BJPക്കും ലിസ്റ്റ് പുറത്തിറക്കാൻ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അല്ല, അതിനകത്ത് ശബരിമലയ്ക്ക് ശേഷം നമുക്കറിയാമല്ലോ, കാര്യമായ ഒരു ഒഴുക്ക് കോൺഗ്രസിൽ നിന്ന് പോലും അങ്ങോട്ടേക്ക് ഉണ്ടായില്ല. അത് കേരളത്തിന്റെ ഒരു പൊതു സവിശേഷതയാണ്. കേരളത്തിന്റെ യഥാർത്ഥ ബോധം, അല്ലെങ്കിൽ കേരളത്തിൽ
സെൻസിബിലിറ്റിയുള്ള ഒരാളും ബി ജെ പിയിലേക്ക് സാധാരണഗതിയിൽ പോകാൻ സാധ്യതയില്ല. ബി ജെ പിയുടെ ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയില്ലേ, അവർക്ക് മലയാളികളുടെ പൊതുവായ ഒരു ഭാഗവത്വം അവർ ഷെയർ ചെയ്യുന്നവരല്ല എന്ന്. ആ നിലയ്ക്ക് കേരള ദേശീയതയും അതേമാതിരി ബി ജെ പിയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അത്ര എളുപ്പമല്ല കെ വി തോമസിനെ പോലെയുള്ള നേതാക്കളെ ബി ജെ പിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുക എന്നത്. അത് മാത്രവുമല്ല, നമുക്കറിയാം ഇവിടെ ഇപ്പം കെ വി തോമസിന് ഊർജം കണ്ടെത്തുന്നത് ക്രിസ്ത്യൻ സമുദായത്തിനും പള്ളികളിൽ നിന്നൊക്കെ ആണെങ്കിൽ പള്ളികൾക്കൊക്കെ അഭികാമ്യമായ ഒരു അവസ്ഥയൊന്നും ഇപ്പോഴും എന്തായാലും നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊക്കെ ഉള്ള സങ്കല്പം ജനിപ്പിക്കുമെങ്കിൽ പോലും, അത്തരം ഭീഷണികൾ ഉയർത്തുമ്പോൾ പോലും, ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോകും എന്ന ഭീഷണി ഉയർത്തിപ്പോലും കോൺഗ്രസ് സീറ്റ് നേടിയിട്ടുണ്ടാകാം. അത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ പോവുക എന്നത് ആസന്നമായ രാഷ്ട്രീയ മരണമായി പരിണമിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് സാധാരണ കോൺഗ്രസുകാർ മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് മാതിരി ഇവിടെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ അദ്ദേഹം ദില്ലിയിൽ വെച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ പോലും ഈ അസംതൃപ്തി, ഈ എതിർപ്പ് കുറഞ്ഞപക്ഷം എറണാകുളം മണ്ഡലത്തിലെങ്കിലും പ്രതിഫലിക്കില്ലേ? ഹൈബി ഈഡനെതിരെ എങ്കിലും അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ, അല്ലെങ്കിൽ അത് ഹൈബി ഈഡന് പോലും ഭീഷണിയാകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ നിലവിലുള്ളത്? അത് സാധാരണഗതിയിലെ ഒരു വലിയ പരാജയത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയൊന്നും വരണമെന്നില്ല. ഇത് ഈ കെ വി തോമസ് തന്നെ ഹൈബി ഈഡന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാം. പക്ഷേ മറ്റു പല കാരണങ്ങൾ നോക്കൂ. കെ വി തോമസ് 5 തവണ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അത് ചെറിയ കാലയളവൊന്നുമല്ല. ആ നിലയ്ക്ക് ലഭിക്കാവുന്നതെല്ലാം, കോളേജ് അധ്യാപകനായിരുന്നു, പിന്നെ നേരത്തെ ജേക്കബ് പറഞ്ഞ മാതിരി എല്ലാം ലഭിച്ച ഒരാളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങൊരു തെറിവിക്കലിന് വലിയ അടിസ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദില്ലിയിൽ തിരിച്ചു വരുമ്പോൾ ഐഡിയയിടന് വേണ്ടി പ്രവർത്തിക്കും. പക്ഷെ അതുകൊണ്ടും കോൺഗ്രസ് അവിടെ ജയിക്കണമെന്നില്ല. അപ്പുറത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് അതിശക്തനായ ഒരു കാൻഡിഡേറ്റാണ് പി രാജീവനാണ്. അപ്പൊ അതുകൊണ്ട് ജയാപജയങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. കോൺഗ്രസ് അതിന്റെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പരിഹരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. കൃത്യമായ നിരീക്ഷണങ്ങളാണ് പങ്കുവച്ചത്. BJP പാളയത്തിലെത്തിക്കാൻ, കെ വി തോമസിനെ BJP പാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അനുനയ ശ്രമങ്ങളും ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. കെ വി തോമസും രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തുന്നു. സുരേന്ദ്രബാബുവും ജേക്കബ് ജോർജുമാണ് നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. എറണാകുളം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സിറ്റിംഗ് MP കെ വി തോമസ് കോൺഗ്രസ് നേതൃത്വവുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. ദില്ലിയിൽ രമേശ് ചെന്നിത്തല, കെ വി തോമസ് കൂടിക്കാഴ്ച തുടരുന്നു. ഇതിനിടെ അദ്ദേഹത്തെ BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു. ദില്ലിയിൽ നിന്ന് ശരത്ത് ചേരുകയാണ്. ശരത്ത്, ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിച്ചാകും കെ വി തോമസ് മുന്നോട്ട് പോവുക എന്ന നിരീക്ഷണം അല്പം മുമ്പ് മാധ്യമ നിരീക്ഷകർ പീപ്പിളുമായി പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും വൈകാനുള്ള സാധ്യതകളുമുണ്ട്. കെ വി തോമസിന്റെ വാക്കിനായി അവർ കാത്തിരിക്കുകയാണ്. എന്ത് തരത്തിലുള്ള നീക്കങ്ങളാണ് BJP പാളയത്തിൽ നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്? തീർച്ചയായും ജോജറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം BJPയിലേക്ക് പോകാൻ കെ വി തോമസ് സന്നദ്ധമാകും എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തം. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ദേശീയ തലത്തിൽ തന്നെ നിന്ന കെ വി തോമസ് നിലവിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് തീർച്ചയായും ആത്മഹത്യാകരമാകും എന്നുള്ള ഒരു തരത്തിലാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും കെ വി തോമസിനെ BJPയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു നേട്ടം തന്നെയാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാർ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കെ വി തോമസിനെ BJPയിൽ എത്തിക്കാനുള്ള നീക്കം നടത്തിയത്. അത് കേന്ദ്രമന്ത്രിമാരാണ് ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ കെ വി തോമസുമായി കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. എറണാകുളത്തേക്ക് കെ വി തോമസിനെ കൂടി മത്സരിപ്പിച്ചാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലേക്ക് BJP ചർച്ചകൾ കൊണ്ടുവരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു എറണാകുളം സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ BJPക്ക് തീരുമാനമെടുക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ BDJSനാണ് സീറ്റ് BJP നൽകിയിരിക്കുന്നത്. BJPയും BDJSും തമ്മിൽ ഇന്ന് ഇരു പാർട്ടിയുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ അല്പസമയത്തിനകം ഉഭയകക്ഷി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിലും പ്രധാനമായും കെ വി തോമസിന്റെ വിഷയവും പരിഗണനയിൽ വരും. നിലവിലെ സാഹചര്യത്തിൽ കെ വി തോമസിനെ എറണാകുളത്തേക്ക് പരിഗണിക്കേണ്ടി വരികയാണെങ്കിൽ BDJSന് പകരം സീറ്റ് നൽകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുക.
അതും ഈ അല്പസമയത്തിനകം നടക്കാൻ വേണ്ടി പോകുന്ന തുഷാർ വെള്ളാപ്പള്ളിയുമായി PS ശ്രീധരൻപിള്ള നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി BJP-യിൽ വലിയ ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. പത്തനംതിട്ടയ്ക്ക് വേണ്ടി K സുരേന്ദ്രനും അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ളയും ഒരേപോലെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും വൈകുമെന്ന് തന്നെയാണ് BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക എന്തുകൊണ്ടും വൈകാനുള്ള സാധ്യത തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ശരത്ത്, ഇപ്പോൾ BJP-യുടെ ഒരു ഭാഗത്തു നിന്ന് ഏതുതരം നീക്കങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനാവുന്നു? ഈ വീണ് കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നതാണോ BJP-യുടെ നീക്കം, അതോ ഇത്തരം സംഭവവികാസങ്ങൾ BJP നേരത്തെ പ്രതീക്ഷിച്ചിരുന്നോ? KV തോമസിന് വലിയ എതിർപ്പുകൾ നേരിട്ടിരുന്നു. ആ ഘട്ടത്തിൽ ഇതിനു മുമ്പ് തന്നെ KV തോമസുമായി ഒരു ആശയവിനിമയം നടത്താനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നോ? അത്തരം നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള സൂചനകൾ ലഭ്യമാണോ? അല്ലെങ്കിൽ KV തോമസ് കോൺഗ്രസിന് ഒരു തിരിച്ചടി എന്ന നിലയിൽ BJP-യുമായി കൈകോർക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടാകുമോ? അത്തരം സൂചനകൾ ഏതെങ്കിലും ലഭ്യമാണോ? ജോജറ്റ്, KV തോമസിന് എറണാകുളത്ത് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷമാണ് BJP നേതാക്കൾ KV തോമസിനെ BJP-യിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര തലത്തിൽ സജീവമാക്കിയത്. അതിനാൽ തന്നെ അതിനു മുൻപുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. സീറ്റ് നിഷേധിച്ചതിലൂടെ ഇപ്പോൾ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന KV തോമസിനെ BJP-യിൽ എത്തിക്കാനുള്ള ശ്രമമാണ് BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ഇന്നലെ രാത്രി KV തോമസുമായി ഫോണിൽ ബന്ധപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ ഒരു നീക്കം എന്ന് പറയുന്നത് ഏറെ പ്രധാനമാണ്. കാരണം സ്മൃതി ഇറാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ BJP അധ്യക്ഷൻ അമിത്ഷായുടെയും അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായും KV തോമസിന്റെ കാര്യത്തിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് ഉണ്ടായത് എന്ന് വ്യക്തമാണ്. ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഈ നീക്കങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുമാണ് വരുന്നത്. ആ രീതിയിൽ തന്നെ പല ദേശീയ മാധ്യമ പ്രവർത്തകരും വാർത്തകൾ നൽകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രസക്തമാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയുമായി നടക്കുന്ന കൂടിക്കാഴ്ച, അതിനുശേഷം KV തോമസ് ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ച, ഇതിനൊക്കെ ശേഷം തന്നെ എന്തെങ്കിലും മറ്റൊരു മാറ്റമുണ്ടെങ്കിൽ, പാർട്ടി മാറ്റമുണ്ടെങ്കിൽ KV തോമസ് വ്യക്തമാക്കാൻ സാധ്യതയുള്ളൂ. അത്തരം കൂടിക്കാഴ്ചകളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സജീവമായി തന്നെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് BJP വലിയ നീക്കങ്ങൾ തന്നെ നടത്തുന്ന ഒരു സമീപനവുമുണ്ട്. ടോം വടക്കന്റെ കാര്യത്തിലടക്കം അത് ശ്രദ്ധയിൽപ്പെട്ടതാണ്. വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ തക്ക നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അത് കുതിരക്കച്ചവടം അടക്കം വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ BJP-ക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കർണാടകയിലടക്കം ഒരു സംഘം ആളുകളെ MLA-മാർ ഒരുമിച്ച് വിലക്കെടുക്കാനുള്ള നീക്കം നടത്തിയ പാർട്ടിയാണ്. ആ ഒരു സാഹചര്യം, അത്തരം നീക്കങ്ങളൊക്കെ നോക്കുമ്പോൾ BJP-യുടെ ഭാഗത്തു നിന്ന് കുതിരക്കച്ചവടത്തിനുള്ള സാധ്യതകൾ ഒക്കെ തന്നെ കാണുന്നുണ്ടോ? തീർച്ചയായും ജോജറ്റ്, എറണാകുളം സീറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോഹിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ വലിയ പദവിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ KV തോമസിനെ ഇത്തരത്തിൽ BJP-യിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം BJP-യുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള ഉപാധികളാണ് അല്ലെങ്കിൽ എന്ത് ഓഫറാണ് KV തോമസിന് മുൻപിൽ BJP കേന്ദ്ര നേതൃത്വം വച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തതയില്ല. നിലവിൽ അസംതൃപ്തനായ KV തോമസിനെ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് BJP-യിൽ എത്തിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള കൃത്യമായും സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. ഏത് BJP-യിലേക്ക് വന്നാൽ എന്താണ് സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തത് എന്നതിനെ സംബന്ധിക്കുന്ന കൃത്യമായ വ്യക്തതയില്ല. എന്നാലും ശരത്ത്, ദയവായി തുടരുക. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ജയചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ ജയചന്ദ്രൻ, KV തോമസ് അസംതൃപ്തനാണ്. അദ്ദേഹത്തെ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ BJP-യുടെ ഭാഗത്തു നിന്ന് ശ്രമം നടക്കുന്നു. അനുനയ ചർച്ചകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. നേരത്തെ മാധ്യമ നിരീക്ഷകരൊക്കെ പങ്കുവച്ചത്, രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ നിലപാട് അനുസരിച്ചായിരിക്കും KV തോമസിന്റെ ഭാവിയെ പറ്റിയുള്ള തീരുമാനം എന്നാണ് അവർ പങ്കുവച്ചത്. എങ്ങനെയാണ് ശ്രീ ജയചന്ദ്രൻ ഇക്കാര്യങ്ങളെ വീക്ഷിക്കാനാകുക? ഈ KV തോമസിന്റെ കാര്യത്തിൽ അനുനയ നീക്കവുമായിട്ട് ഇപ്പോ രമേശ് ചെന്നിത്തല ഡൽഹി അദ്ദേഹത്തിന്റെ വസതിയിൽ സംസാരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രശ്നം ഈ അദ്ദേഹം തോമസ് മാഷ് തന്നെ പറഞ്ഞ എന്താണ്, എന്നോട് ഒരാളും ഇന്നലെ വരെ പറഞ്ഞില്ല, ഇങ്ങനത്തെ സംഭവം അവരാലോചിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതാരും പറഞ്ഞില്ല. അപ്പൊ ഈ അനുനയ നീക്കം ഉണ്ടായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നുള്ള ഒരു വശം. രണ്ട്, ഇപ്പൊ നമ്മൾ കാണുന്നത് പോലെ, ഇന്ത്യയിൽ ഉടനീളം കാണുന്നത് പോലെ പലരും ആ പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേരുന്നത് സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ നൽകപ്പെടുന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ്. ഏറ്റവും ഒടുവിൽ ടോം വടക്കനാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. ഞാൻ മനസ്സിലാക്കിയത്
ടോം വടക്കൻ ഉൾപ്പെടെയുള്ളവർ തോമസ് മാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനുശേഷമാണ് സ്മൃതി ഇറാനിയും നിർമ്മല സീതാരാമനും ഒക്കെ ബന്ധപ്പെട്ടതെന്നാണ് ഞാൻ ചിലരിൽ നിന്ന് മനസ്സിലാക്കിയത്. ഏതായാലും ഇത് അദ്ദേഹം തോമസ് മാഷിന് സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ മനസ്സിലാക്കാൻ കഴിയുന്നത്. തോമസ് മാഷ് ഇത്തവണ എറണാകുളത്ത് മത്സരിച്ചാൽ പി രാജീവിനെതിരെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല എന്ന് AICC നേതൃത്വം വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് അദ്ദേഹത്തോട് പറയാൻ അവർ തയ്യാറായില്ല. അങ്ങനെ പറയാൻ തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു. അതിനുള്ള അവസരം കൊടുത്തില്ല. അപ്പോൾ തോക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് തോമസ് മാഷിനെ നിർത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും അതിന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. അത് തന്നെ അറിയിച്ചില്ല. ഇത് അദ്ദേഹത്തിന് ഇന്നലെ വിഷമമായിരുന്നെങ്കിൽ ഇന്നത് പ്രതിഷേധമായിട്ട് വളർന്നിട്ടുണ്ട്. ആ പ്രതിഷേധം ഏത് നിലയിലേക്കാണ് മാറുക എന്നുള്ളത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. BJPയിലേക്ക് പോകുമെന്നുള്ള ചോദ്യത്തിന് പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആശയം വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ നടപടികൾ എങ്ങോട്ടാണെന്നുള്ളതും വ്യക്തമാണ്. അത് ഇനിയിപ്പോ പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അനുനയക്കത്തിന്റെ ഉള്ളടക്കം ചാലക്കുടിയിലാണ് ബെന്നി ബെഹനാൻ മത്സരിക്കുന്നത്, UDF കൺവീനർ. അപ്പോൾ താൽക്കാലികമായ ഒരു കൺവീനറായിട്ട് ഇലക്ഷൻ കഴിയുന്നവരെ ചാർജ് കൊടുക്കാം എന്നൊരു അനുനയ നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തോമസ് മാഷ് അടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഏതായാലും വൈകുന്നേരത്തിന് കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് നയങ്ങൾക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ സ്ഥാനമോഹികൾക്ക് വാഗ്ദാനം ഒരു പ്രശ്നമല്ല. പക്ഷേ അങ്ങനെയും ചില ആളുകൾ ജനാധിപത്യത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ KV തോമസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ പാർട്ടി ഒറ്റപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് മാത്രം ഒരു നീതി എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. ആരോപണം ഉയർന്ന മറ്റ് സിറ്റിംഗ് MPമാരെ അതേ സ്ഥാനത്ത് നിലനിർത്തുമ്പോൾ തന്നെ മാത്രം ഒഴിവാക്കി, അത് മുൻകൂട്ടി പറയാതെ ഇത് കേരള നേതാക്കൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നാണ്. അതിനപ്പുറത്തേക്ക് KPCCക്ക് കോൺഗ്രസ് MLAമാർ KV തോമസിനെ മത്സരിപ്പിക്കരുത് എന്ന രീതിയിൽ കത്തും നൽകിയെന്ന വാർത്തകൾ കൂടി വരുന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിലെ നേതാക്കളുമായി KV തോമസിന് എങ്ങനെ ഒത്തുപോകാൻ കഴിയും? അതെ, അത് തന്നെയാണ് കാര്യം. ഈ തരത്തിൽ UDFന്റെ ഇലക്ഷൻ മെഷീനറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തോമസ് മാഷ് തയ്യാറല്ല എന്ന സ്ഥാനത്ത് എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അത് അദ്ദേഹം ചിലരോടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മുതൽ തന്നെ. അപ്പൊ അത് എത്രത്തോളം അതിന്റെ ഒരു തീവ്രത കുറപ്പിക്കാൻ കഴിയും എന്ന അന്വയമാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തുന്നത്. രാവിലെ ശ്രീ ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ച പ്രതികരണങ്ങൾ പോലും അദ്ദേഹത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമല്ല. അത് അങ്ങനെ ഒരു പാളയത്തിലേക്ക് BJP പാളയത്തിലേക്ക് അദ്ദേഹം പോകാനിടയില്ല എന്നുള്ള നിലയിൽ ഒരു ആശ്വാസമാണ് ഉമ്മൻചാണ്ടിയും പങ്കിടുന്നത്. അപ്പൊ ഏതായാലും സിറ്റുവേഷൻ ഈസ് വെരി സെൻസിറ്റീവ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തമായ ബേസ് അദ്ദേഹത്തിന് പറയാനുണ്ട്. താൻ മോശക്കാരനാണെങ്കിൽ അത് തന്നെ കൂടെ ബോധ്യപ്പെടുത്തി പറയാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും റിവ്യൂവിൽ എങ്കിലും അത് അവതരിപ്പിക്കാമായിരുന്നു. തന്നെക്കാളും മോശക്കാരനാണല്ലോ ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ, അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടല്ലോ എന്ന ചോദ്യം കൂടെ ഇവിടെ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, പത്തനംതിട്ടയിലെ കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സഭ ഒന്നാകെ ആന്റോ ആന്റണിക്കെതിരാണ് പരസ്യമായ കാര്യവുമാണ്. എന്നിട്ടും ആന്റോ ആന്റണിക്ക് സീറ്റുണ്ട്, തോമസ് മാഷിന് സീറ്റില്ല. ഇതാണ് അദ്ദേഹത്തെ കൂടുതൽ ഇപ്പോൾ പ്രകോപിതനാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരുപക്ഷെ കേരള നേതാക്കളെക്കാൾ സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും വ്യക്തിപരമായി അടുപ്പമുള്ള ആളാകും KV തോമസ്. ഹൈക്കമാൻഡിൽ തന്നെ ആകും KV തോമസിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷയും. പക്ഷേ ഈ സീറ്റ് നിർണയ ചർച്ചകളൊക്കെ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിന് ഇത്തരം തർക്കങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും? അവരുടെ ഒരു അഭിപ്രായം ഈ ഘട്ടത്തിൽ ഏത് നിലയിൽ തോമസ് മാഷിനെ അനുനയിപ്പിക്കുന്ന തരത്തിൽ നൽകാൻ കഴിഞ്ഞേക്കും? ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ നിലയിൽ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ കോർ ടീമിനും. വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിക്കുന്ന ശ്രീ ജയചന്ദ്രൻ. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ചെറുതല്ല, വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന 1978 ശേഷമാണ്. അന്ന് മുതൽ അത്ര അടുത്ത ബന്ധം എനിക്കുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിൽ അദ്ദേഹം DC പ്രസിഡന്റായിട്ടുണ്ട്, APC ട്രഷററായിട്ടുണ്ട്, അദ്ദേഹം ഫിഷർമെൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്, പിന്നെ 7 തവണ MP ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി. അപ്പം ഞങ്ങളെല്ലാവരുമായിട്ടും പാർട്ടിയുമായിട്ടും പാർട്ടി പ്രവർത്തകരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു വലിയ സീനിയർ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായിട്ടും പാർട്ടി എന്നും വിലമതിച്ചിട്ടുണ്ട്, നാളെയും വിലമതിക്കും. ഞാനിപ്പോൾ വന്ന് അദ്ദേഹമായിട്ടൊരു സൗഹൃദം അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പാർട്ടി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇനിയും പാർട്ടി വിവിധ തലങ്ങളിലായി അത് പ്രയോജനപ്പെടുത്തും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. മുൻകൂട്ടി അറിയിച്ചില്ല, ഏറ്റവും അവസാന നിമിഷം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് തീരുമാനം അറിയുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്?
അല്ല, അതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നടക്കുന്ന ചർച്ച, ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണല്ലോ. ഏതായാലും ഇതേ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. തോമസ് മാഷിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സീനിയറായ പരിചയസമ്പന്നനായ നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടി വിവിധ തലങ്ങളിൽ വിനിയോഗിക്കും. എറണാകുളത്തെ മറ്റ് സീറ്റുകളിൽ പരിഗണിക്കുന്നുണ്ടോ രമേശ്? അധികം കാര്യങ്ങൾ രമേശ് ചെന്നിത്തല പങ്കുവെക്കാൻ തയ്യാറായില്ല. തോമസ് മാഷിന്റെ അനുഭവ സമ്പത്ത് കോൺഗ്രസ് പ്രയോജനപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വാക്കുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്നത് KV തോമസ് ഉറച്ചു തന്നെ നിൽക്കുകയാണ്, തന്റെ നിലപാടിൽ നിൽക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ്. വഴങ്ങുന്നില്ല എന്നതിന്റെ ആദ്യഘട്ട സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം നിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളാണ് പുറത്തു വരുന്നത്. ഇതേ വാക്കുകൾ തന്നെയാകും ഒരുപക്ഷെ KV തോമസുമായി രമേശ് ചെന്നിത്തല പങ്കുവച്ചിരിക്കുന്നതും. ദില്ലിയിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ച് കഴിഞ്ഞു. തോമസ് മാഷിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്താണ് ദില്ലിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാനാകുന്നത്? ജോർജറ്റ്, ഇപ്പോൾ കൂടിക്കാഴ്ച പൂർത്തിയാക്കി രമേശ് ചെന്നിത്തല തിരിച്ച് മടങ്ങുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും KV തോമസിനെ അനുനയിപ്പിച്ചു എന്ന ചോദ്യത്തോട് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ KV തോമസിനെ പാർട്ടിയുടെ മറ്റ് ചുമതലകൾ നൽകും, മറ്റു മേഖലകളിൽ അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തർക്കം രൂക്ഷമായതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ KPCC നേതൃത്വം രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് അയച്ചത്. കൂടിക്കാഴ്ച എന്തായാലും 1 മണിക്കൂർ അടുത്ത് ആകുന്നു. അതിനുശേഷമാണ് ഇത് പൂർത്തിയാക്കി പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പിൽ 2 സ്ഥാനമാനങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിന് നൽകാം എന്നിപ്പോൾ KPCC നേതൃത്വം രമേശ് ചെന്നിത്തല വഴി അറിയിച്ചത്. ഒന്ന്, UDF കൺവീനർ സ്ഥാനം. ബെന്നി ബെഹനാനാണ് നിലവിൽ UDF കൺവീനർ. പക്ഷേ അദ്ദേഹം സ്വാഭാവികമായും ചാലക്കുടിയിൽ മത്സരിക്കുന്നുണ്ട്, ആ സ്ഥാനം ഒഴിയും. അതുകൊണ്ട് UDF കൺവീനർ സ്ഥാനം. 2, KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനം നൽകാം എന്നാണ് അറിയിച്ചത്. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം UPA വന്നാൽ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അനുകൂലമായി KV തോമസ് പ്രതികരിച്ചിട്ടില്ല. കാരണം UPA വന്നാൽ മാത്രമേ ഇനി ഗവർണർ സ്ഥാനമുള്ളൂ. വർക്കിംഗ് പ്രസിഡന്റ് ആയാലും UDF കൺവീനർ സ്ഥാനമായാലും അത് കേരളത്തിൽ പോകണം. നിലവിൽ കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുകയും ഈ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വളർന്നു വരികയും ചെയ്തൊരു നേതാവാണ് KV തോമസ്. വീണ്ടും ഒരു സംസ്ഥാന തലത്തിലേക്ക് പോയി പ്രവർത്തിക്കുന്നതിനോട് അദ്ദേഹം പൂർണ്ണമായും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ KPCC നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വാഗ്ദാനങ്ങളിലൊന്നും അനുകൂലമായി പ്രതികരിച്ചില്ല. എന്ന് മാത്രമല്ല, വളരെ ശക്തമായ എതിർപ്പ് അദ്ദേഹം ഇതിനിടയിൽ ഉന്നയിച്ചു. അതിൽ ഒന്നാമത്തേത്, എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ അറിയിച്ചില്ല? എറണാകുളം ജില്ലയിലെ തന്നെ MLA-മാർ അടക്കമുള്ളവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന കാര്യവും വിമർശനമായി രമേശ് ചെന്നിത്തലയെ അറിയിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ശ്രമഫലമായിട്ടാണ് സീറ്റ് നഷ്ടപ്പെട്ടത് എന്നൊരു ചിന്ത തോമസ് മാഷിനുണ്ട്. അത് അദ്ദേഹം വിമർശനമായി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും അനുനയ നീക്കം പൂർണ്ണമായും വിജയിച്ചു എന്ന് ഇവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നില്ല. രമേശ് ചെന്നിത്തല പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും കൂടുതൽ കേന്ദ്ര നേതാക്കൾ KV തോമസുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തോട് വസതിയിൽ തന്നെ തുടരാൻ ഹൈക്കമാൻഡ് നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അഹമ്മദ് പട്ടേൽ അടക്കമുള്ളവർ KV തോമസിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്നവർ കരുതുന്നു. കാരണം നിലവിൽ MP ആയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും ക്രിസ്ത്യൻ സമുദായങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു നേതാവാണ് KV തോമസ്. സോണിയാഗാന്ധിക്ക് കീഴിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖമായി പ്രവർത്തിച്ച KV തോമസ് പാർട്ടി വിട്ടാൽ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ അത് കോൺഗ്രസിന്റെ അടിത്തറ ഇറക്കും. ഉമ്മൻചാണ്ടി ക്രിസ്ത്യൻ വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നു പറയുന്നെങ്കിൽ പോലും കത്തോലിക്ക സഭയ്ക്കിടയിൽ സ്വാധീനം KV തോമസിനെ പോലെയില്ല. എറണാകുളത്തിലാകട്ടെ, തിരുവനന്തപുരം അടക്കം മണ്ഡലങ്ങളിലാകട്ടെ, ലത്തീൻ കത്തോലിക്കർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ നിർണായക സ്വാധീനമുള്ള KV തോമസിനെ പിണക്കിയാൽ ആ വോട്ട് ബാങ്കിൽ ചോർച്ച വരും. അത് പിന്നീട് കോൺഗ്രസിന്റെ നിലനിൽപ്പിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലോക്സഭാ വിജയത്തിന്റെ
പോലും സ്വാധീനിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തെ പിണക്കാതെ അനുനയിപ്പിച്ച് നിർത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമം നടത്തുന്നത്. നിലവിലെ ചർച്ച കൊണ്ട് ഏതെങ്കിലും ഒരു പരിസമാപ്തി, ഏതെങ്കിലും തരത്തിലൊരു ഫലം കണ്ടുവെന്ന് പറയാനാവുകയില്ല. അതിനാണ് മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കുന്നില്ല എന്ന നിലയിൽ ആദ്യം തന്നെ വാർത്തകൾ വന്നിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള സിറ്റിംഗ് MP-മാർ ഈ ഘട്ടത്തിൽ പോലും പ്രചരണം കൂടി ആരംഭിച്ച ആളാണ് KV തോമസ്. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ നേരത്തെ അറിയിച്ചില്ല എന്നുള്ളത് വലിയ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതിനപ്പുറം അദ്ദേഹത്തിന്റെ മനസ്സുകൂടി വായിക്കാൻ കഴിയുന്ന തരത്തിലാണ് KV തോമസിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായത്. വലിയ സ്വാധീനം, കത്തോലിക്ക സഭയിൽ അടക്കം സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള നേതാവ് കൂടിയാണ്. ആദ്യഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ചെന്നിത്തലയുടെ ഈ ചർച്ച പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ് പ്രതീക്ഷയിൽ തന്നെയാണോ? BJP പാളയത്തിലേക്ക് എത്തില്ല എന്ന ഒരു പ്രതീക്ഷ തന്നെയാണോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുമുള്ളത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? പ്രതീക്ഷയോടെ തന്നെയാണോ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്? KV തോമസിനെ കോൺഗ്രസിനൊപ്പം തന്നെ നിർത്താൻ കഴിയും എന്നുള്ള സൂചനകൾ തന്നെയാണോ കോൺഗ്രസിന് ഈ ഘട്ടത്തിലുള്ളത്? നേരത്തെ മുതിർന്ന നേതാക്കളൊക്കെ മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ നേരത്തെ അറിയിച്ചില്ല എന്നുള്ള കാര്യം KV തോമസ് ചോദിക്കുമ്പോൾ KV തോമസിന്റെ മനസ്സുകൂടി വായിക്കാൻ കഴിയുന്നു. ജോർജറ്റ്, കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ വലിയൊരു തിരിച്ചടി KV തോമസിന്റെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യതയും തള്ളിക്കളഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. ഈ തന്നോട് നടത്തിയത് വലിയ ചതിയാണ്. നിരവധി എല്ലാ സിറ്റിംഗ് MP-മാർക്കും അവസരം നൽകിയപ്പോൾ തനിക്ക് മാത്രം നൽകിയില്ല എന്ന് മാത്രമല്ല ഒരു സൂചന പോലും നൽകിയില്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ മുഗൾ വാസിക് അടക്കമുള്ളവരുമായി തന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകാമോ, അതിന്റെ പ്രവർത്തനം ആരംഭിക്കാമോ എന്ന് രാഹുൽ ഗാന്ധിയോടും മുഗൾ വാസിക്കിനോടും ചോദിക്കുകയും ഇരുവരും അനുകൂലമായി മറുപടി നൽകുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ പ്രവർത്തനം പോലും ആരംഭിച്ചു. എന്നിട്ടാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അട്ടിമറിയിലൂടെ തന്നെ നീക്കം ചെയ്തത്. അതിനായി എറണാകുളം ജില്ലയിലെ MLA-മാരെ പോലും ഉപയോഗിച്ചു. ഗൂഢാലോചന AI ഗ്രൂപ്പുകൾക്കിടയിൽ സംയുക്തമായി നടന്നിരിക്കുന്നു. അതുകൊണ്ട് ചതിയാണ് കാട്ടിയത് എന്ന് KV തോമസിന് മനസ്സിലുണ്ട്. അദ്ദേഹം അത് ഇന്നലെ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുകയും ചെയ്തു. അത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതല്ല. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും എന്തായാലും നിർണായകമായ ചർച്ചകൾ തന്നെയാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. സീറ്റ് നിഷേധിച്ചതിൽ അസംതൃപ്തനായി KV തോമസ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നു. BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. KV തോമസിന്റെ തീരുമാനം എന്തെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ ലോകം. ഭാവിയുടെ സാധ്യതകൾ ആരായുകയാണ് KV തോമസ് എന്നും ഇപ്പോൾ നിരീക്ഷിക്കാനാകുന്നു.